ഇപ്പോൾ ബാധ്യതയുള്ളത് KSFയിലാണോ? KSFയിൽ. എത്ര ലക്ഷത്തിൻ്റെ? 5 ലക്ഷം. അതിപ്പോൾ അടയ്ക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് ജപ്തി 2 പേപ്പർ വന്നു. 3ാമത്തെ പേപ്പർക്ക് നല്ല ബാധ്യതയായിരുന്നു. അല്ല, ഇതിപ്പോൾ വീടിൻ്റെ ഇതിലാണോ? വീട് എത്രയേ ഉള്ളൂ. ആ വീട് ഇതിൻ്റെ 7 സെൻറ്റ് സ്ഥലവും വീട് മാത്രമേ ഉള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് കുറ്റിച്ചലിൽ നിന്ന് കള്ളിക്കാട് പോകുന്ന ഡാമിലേക്കൊക്കെ പോകുന്ന ആ റോഡാണ്. അപ്പോൾ ഇവിടെ നല്ല കപ്പയും ഇറച്ചിയും ചോറും ഒക്കെ കിട്ടുന്ന ഒരു കട. നമുക്ക് ഫേസ്ബുക്കിൽ ആദർശ് എന്ന് പറഞ്ഞ ഒരാൾ അയച്ചു തന്നതാട്ടോ. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളിൽ കൂടെ പോകുന്ന ഒരു ചേച്ചിയാണ്. തങ്കുച്ചേച്ചി എന്നാണ് ഇവിടെ പറഞ്ഞറിയാം. ചേച്ചിക്ക് പേര് സരോജം എന്നാണ്. ഒരുപാട് നിവൃത്തികേടുണ്ട്, സങ്കടമാണ്. നമുക്ക് വർഷങ്ങളോളം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഒരു നല്ല പ്രായം തുടങ്ങി ഇത്രയും വർഷം ഓരോരോ ഹോട്ടലുകളിൽ ജോലി ചെയ്ത് നിന്നതാണ്. ഒന്നും ശരിയാവാത്തതുകൊണ്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വർഷമായിട്ടൊരു ചെറിയൊരു കട എടുത്ത് നടത്തുക. അപ്പോൾ അതും ഈ ഒറ്റയാൾ പോരാട്ടമാണ്. ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുകയാണ്. ഇത്രയും സാധനങ്ങൾ രാവിലെ മുതൽ വെച്ചുണ്ടാക്കണം. നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന ആളുകൾ, ഞാനൊരു സഹായം കൂടിയാണ് പറയുന്നത്, പറ്റുന്ന ആളുകളൊന്ന് വന്ന് നമുക്കിപ്പോൾ കഴിച്ച് സഹായിക്കുക എന്നുള്ളതല്ലേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ പാഴ്സലും കഴിക്കാനൊക്കെ ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പരുത്തിപ്പള്ളി എന്നാണ് കേട്ടോ ഇതിന് പറയാം. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ ഒരു പരുത്തിപ്പള്ളി മഹാദേവ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു 50 മീറ്റർ ഇങ്ങോട്ട് മുന്നിലേക്ക് നടക്കുമ്പോഴാണ് മഹാദേവ എന്ന് തന്നെയാണ് ഹോട്ടലിൻ്റെയും പേര്. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്യണം. പിന്നെ നമുക്ക് ചേച്ചീനെയും വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ക്യാബേജ് ആണല്ലേ? ഇത് കാബേജ്. അവിയലുണ്ട്, കിച്ചടിയുണ്ട്, മീൻകറി അടുത്തേക്ക്, മീൻകറി ഫ്രൈ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എങ്ങനെയാണ് ചെയ്തുകൊണ്ട് നമ്മളെ ജീവിതമൊക്കെ കഴിയുമോ കടയും കൊണ്ട്? ഞങ്ങൾ ചിലവ് കഴിഞ്ഞ് പോകും. ഇപ്പം എത്ര ചോറൊക്കെ വെക്കുന്നുണ്ടാവും ഒരു ദിവസം? ഇപ്പം 3 കിലോ അരി. 3 കിലോ. നേരത്തെ അങ്ങനെ തന്നെയുള്ളൂ കട തുടങ്ങിയപ്പോൾ? 4 ഊണ്, 5 ഊണ്, 7 ഊണ്. ഇപ്പം 20, 25, ചിലപ്പം 15 മേളിൽ ഇപ്പോഴും. ഇത് തന്നെയാണോ നമ്മളെ പ്രധാന വരുമാനം? ഇപ്പം എനിക്കിത് തന്നെ ഏറ്റവും കൂടുതലായിട്ട്. ചേട്ടൻ വേറെ ഒന്നിനും പോകുന്നില്ല. ഇപ്പം കൈ വയ്യാത്തതുകൊണ്ട് ഒന്നിനും പോകാൻ പറ്റില്ല. ഇന്ന് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ നിങ്ങൾ വന്ന ശേഷം ആ ടെൻഷൻ മാറി. പക്ഷെ എൻ്റെ അതിനകത്തെ കറിയിലൊക്കെ എന്ന് വ്യാപിക്കും തോന്നണം എനിക്ക്. ടെൻഷൻ വരുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പം ഞാൻ നോട്ടീസ് ഒന്നും ഞാൻ പോകൂല. അങ്ങനെ പോയാലും ഒന്നും കൊടുക്കാനും ഇല്ല, പറയാനും എനിക്കില്ലല്ലോ. ഈ ഒരു വരുമാനത്തിൽ നിന്ന് എല്ലാം കൂടെ മിച്ചം പിടിച്ച് ചെയ്യാനും ആവില്ലല്ലോ. ഞാൻ എന്നോട് പറ്റില്ല. ഞാൻ പോവേണ്ടടുത്തൊക്കെ ഞാൻ ജോലിക്ക് കയറി ഇറങ്ങി. ഇനി വയ്യ, ഇത് അവസാനമാണിത്. ഇനി ഒരിടവും ഞാൻ പോകില്ല. അവസാനം ഇനി ഒന്ന് കണ്ടിട്ട് അതേ ഉള്ളൂ. പിന്നെ ഇവള് മോളെന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മ എന്നുള്ള ഒരു ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും വലിയ നല്ല കറുത്ത കളറിൽ വരട്ടി എടുത്ത് വെച്ചിരിക്കും. ഇത് ചിക്കൻ. ഇതിൻ്റെയൊക്കെ മസാല നല്ല വ്യത്യാസം. വേറൊരു കളറ് ചേച്ചിയുടെ എന്തോ. അതെ അതെ. ഇത് നാടൻ കോഴിയാണോ? ഇല്ല, വെള്ളക്കോഴിയാണ്. അപ്പോൾ നമുക്കുള്ള ഊണ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറാട്ടോ ഒഴിച്ചത്. മീൻകറി വേണമെന്നുള്ളവർക്ക് മീൻകറി ഉണ്ട്, കപ്പയുണ്ട്, ക്യാബേജ് തോരൻ, അവിയൽ, പച്ചടി, അച്ചാർ, മീൻ വറുത്തത്, പപ്പടം. ഇന്നിപ്പോൾ വാളയാണ് കേട്ടോ. പുഴുവ നത്തോലി വറുത്തതും ഉണ്ട്. ഞാനിപ്പോൾ ഇതാ മേടിച്ചത്. ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റമാണ് കേട്ടോ കപ്പ ഇറച്ചി. അത് കപ്പയും ബീഫും വേണമെങ്കിൽ അങ്ങനെ, കപ്പയും ചിക്കനും വേണമെങ്കിൽ അങ്ങനെ. ഇവിടുത്തെ ബീഫും ചിക്കൻ്റെയൊക്കെ ഒരു കളർ കണ്ടോ? ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, നല്ലോണം വരട്ടി എടുത്തതാണ്. അടുപ്പിലിങ്ങനെ കിടക്കുക ഇപ്പോഴും. സൂപ്പർ ബീഫാണ് കേട്ടോ. അത് ആദ്യം നമ്മൾ വരട്ടണത് ഇങ്ങനെ കണ്ടില്ലേ, അടുപ്പിൽ കിടന്ന് അതിങ്ങനെ ആക്കി ചേച്ചി ഇച്ചിരിയേ വെക്കൂ. ബീഫൊക്കെ വേഗം വന്നാലും കിട്ടുള്ളൂ കേട്ടോ. തീർന്നു കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര സ്വാദ്. ആ ഒരു കളർ കണ്ടപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിന് ചോറായിരുന്നില്ല മേടിക്കേണ്ടത്, കപ്പയും ബീഫും ആയിരുന്നു മേടിക്കേണ്ടത്. ഞാൻ പക്ഷെ ചോറ് ഉച്ച സമയം ആയതുകൊണ്ട് ചോറ് പറഞ്ഞു പോയി. പക്ഷെ ഇതാണ് ഭയങ്കര രസം. ഇതാ ഇപ്പോൾ കപ്പയും ചിക്കൻ കറിയും വേണമെങ്കിൽ, ചിക്കൻ കറിയുമല്ല ശരിക്കും ഒരു റോസ്റ്റ് പോലെയൊക്കെ കേട്ടോ. ഇവിടുത്തെ കറിയുടെയൊക്കെ ഒരു കളർ കണ്ട. അപ്പം ഇച്ചിരി കപ്പയൊന്ന് കഴിച്ചു നോക്കട്ടെ. കപ്പ ഞാൻ കഴിച്ചു നോക്കി. കപ്പയും ചിക്കൻ കറിയുടെ ഗ്രേവിയും കൂടെ ചേർത്തിട്ട് എന്നാ മസാല ആയാലും
അത് ഭയങ്കര ടേസ്റ്റാട്ടോ. ബീഫിനായാലും അതെ, ചിക്കൻ കറിക്കായാലും അതെ. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ അടുത്ത് നല്ല പലഹാരങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ സുഖിയനാണ് ഉണ്ടാക്കണം, മോദകം എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓർഡറൊക്കെ അനുസരിച്ചിട്ട് ചേച്ചി ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് വീട്ടിലേക്കോ ഒക്കെ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായാലും ഉണ്ടാക്കി കൊടുക്കും അല്ലേ ചേച്ചി? നേരത്തെ പറയണം. ഇപ്പോൾ 100 എണ്ണം. ഇതിപ്പോൾ ഒരു ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ചേച്ചി ഉണ്ടാക്കി വെക്കും എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹോട്ടൽ മഹാദേവി എന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. ലൊക്കേഷൻ കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഈ 2 കോൺടാക്ട് നമ്പറും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ കോൺടാക്ട് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുന്നവരാണെങ്കിൽ, ഇതുവഴിയൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, ഡാമിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് സഹായിക്കണം. ഇതിനു മുമ്പും സഹായം ആവശ്യമുള്ള ആളുകളെ നമ്മൾ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് തന്നെ ഒരു ചെറിയ സഹായം അവരും അർഹിക്കുന്നുണ്ട്. പറ്റുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളും രുചികളും ഒക്കെ ആയിട്ട് വരാം. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ നിർവാഹമില്ല. പുതിയ വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.